എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണോ നിങ്ങൾ? ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് തന്നെ തുടങ്ങാം. ഈ ക്ലാസ്സിൽ ഗ്രാമറിന്റെ വലിയ നിയമങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ആദ്യം നമ്മൾ ചെറിയ ചെറിയ ഇംഗ്ലീഷ് സെന്റൻസസ് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തെറ്റുവരുന്നത് സ്വാഭാവികമാണ്. തെറ്റുകളെ പേടിക്കരുത്. കേൾക്കുക, പറയുക, വീണ്ടും പറയുക. അതാണ് നമ്മുടെ രീതി. ഇനി നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഐ ആം എന്നതിന്റെ അർത്ഥം ഞാൻ ആണ് എന്നാണ്. ഐ എം അനു. ഞാൻ അനുവാണ്. ഐ എം എ ടീച്ചർ. ഞാനൊരു അധ്യാപികയാണ്. ഐ എം ഹാപ്പി. ഞാൻ സന്തോഷവതിയാണ്. ഐ എം ടയേർഡ്. എനിക്ക് ക്ഷീണമാണ്. ഐ എം റെഡി. ഞാൻ തയ്യാറാണ്. ഐ എം ബിസി. ഞാൻ തിരക്കിലാണ്. ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. ഐ എം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുന്നു. ഇനി ഈ സെന്റൻസസ് പതുക്കെ പറയാം. ഐ എം ഹാപ്പി. ഐ എം റെഡി. ഐ എം ഹംഗ്രി. ഐ എം തേഴ്സ്റ്റി. വളരെ നന്നായി. ഇനി രണ്ടാമത്തെ സെന്റൻസ് പാറ്റേൺ പഠിക്കാം. ഐ ഹാവ് എന്നത് എനിക്കുണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ട്. ഐ ഹാവ് എ ബുക്ക്. എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഐ ഹാവ് എ പെൻ. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഐ ഹാവ് എ പ്രോബ്ലം. എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ ഹാവ് ടൈം. എനിക്ക് സമയമുണ്ട്. ഐ ഹാവ് മണി. എന്റെ കയ്യിൽ പണമുണ്ട്. ഇനി നിങ്ങൾ എന്നോടൊപ്പം പറയൂ. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ ബുക്ക്. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ പ്രോബ്ലം. ഐ ഹാവ് ടൈം. വളരെ നല്ലത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാറ്റേൺ പഠിക്കാം. ഐ വാണ്ട് എന്നത് എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഐ വാണ്ട് വാട്ടർ. എനിക്ക് വെള്ളം വേണം. ഐ വാണ്ട് ടീ. എനിക്ക് ചായ വേണം. ഐ വാണ്ട് ഫുഡ്. എനിക്ക് ഭക്ഷണം വേണം. ഐ വാണ്ട് എ പെൻ. എനിക്കൊരു പേന വേണം. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ വാണ്ട് ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകണം. ഇനി ഒരിക്കൽ കൂടി പറയാം. ഐ വാണ്ട് വാട്ടർ. ഐ വാണ്ട് ടീ. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു ഗോ ഹോം. എക്സലന്റ്. ഇനി വളരെ യൂസ്ഫുള്ളായ മറ്റൊരു പാറ്റേൺ പഠിക്കാം. ഐ ലൈക്ക് എന്നത് എനിക്കിഷ്ടമാണ് എന്നാണ്. ഐ ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമാണ്. ഐ ലൈക്ക് കോഫി. എനിക്ക് കാപ്പി ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക്. എനിക്ക് സംഗീതം ഇഷ്ടമാണ്. ഐ ലൈക്ക് മൂവീസ്. എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഐ ലൈക്ക് കുക്കിംഗ്. എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി നിങ്ങൾ പറയൂ. ഐ ലൈക്ക് ടീ. ഐ ലൈക്ക് മ്യൂസിക്. ഐ ലൈക്ക് മൂവീസ്. ഐ ലൈക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ നമുക്കിന്നത്തെ 4 പാറ്റേൺസ് ഒന്ന് കൂട്ടിച്ചേർത്ത് സംസാരിക്കാം. ഐ എം ആനു. ഐ എം ഹാപ്പി. ഐ ഹാവ് എ ഫോൺ. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ലൈക്ക് മ്യൂസിക്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് പറയാം. ഉദാഹരണത്തിന് ഐ എം റാണി. ഐ എം ഹാപ്പി. ഐ ഹാവ് എ ഫോൺ. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ലൈക്ക് മ്യൂസിക്. ഇനി നിങ്ങളുടെ ടേൺ. നിങ്ങളുടെ പേരുപയോഗിച്ച് പറയൂ. തെറ്റിയാലും പ്രശ്നമില്ല. വീണ്ടും പറയൂ. ഒരിക്കൽ കൂടി പറയൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടീസാണ്. നിങ്ങൾ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റ്സ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ 4 പാറ്റേൺസ് ഉപയോഗിച്ചുള്ള സെന്റൻസസ് മാത്രം എടുത്താലും മതി. ഐ എം ഹാപ്പി. ഐ എം റെഡി. ഐ ഹാവ് എ ഫോൺ. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ലൈക്ക് ഇംഗ്ലീഷ്. ഇവ ഇന്ന് പലതവണ ശബ്ദത്തിൽ പറയുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പറയാം. വീട്ടുജോലി ചെയ്യുമ്പോഴും പറയാം. നടക്കുമ്പോഴും പറയാം. ആരോടും സംസാരിക്കേണ്ടതില്ല. ആദ്യം സ്വയം സംസാരിക്കാൻ തുടങ്ങുക. ടുഡേയ്സ് പ്രാക്ടീസ് ടാസ്ക്. ഇന്ന് നമ്മൾ പഠിച്ച ഈ 4 പാറ്റേൺസ് ഉപയോഗിച്ച് നിങ്ങളെക്കുറിച്ചുള്ള 5 വാക്യങ്ങൾ എഴുതുക. ഇവ കമന്റ് ബോക്സിൽ എഴുതുകയോ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചുവെക്കുകയോ ചെയ്യുക. ഇന്നത്തെ ലെസൺ ഇത്രയുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളാണെങ്കിലും പ്രശ്നമില്ല. ഇന്ന് നിങ്ങൾ അടിസ്ഥാനപരമായ 4 പ്രധാനപ്പെട്ട സെന്റൻസ് പാറ്റേൺസ് സംസാരിക്കാൻ പഠിച്ചു. അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നാളെ നമ്മൾ എവറിഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെന്റൻസസ് പഠിക്കും. ഐ എം ഗോയിങ്. ഐ എം കമ്മിങ്. ഐ എം ഡൂയിങ്. ഐ എം ഈറ്റിംഗ്. ഐ എം ഗോയിങ് ടു ഇവ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കും. അതുകൊണ്ട് ഇന്നത്തെ സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. കീപ് പ്രാക്ടീസിംഗ്. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. സ്പീക്ക് ഇംഗ്ലീഷ് എവറിഡേ. നിങ്ങൾ ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കൂ. ചെറിയ സെന്റൻസസിൽ നിന്ന് തുടങ്ങൂ. തെറ്റുകളെ പേടിക്കേണ്ട. പ്രാക്ടീസ് ചെയ്യുന്തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങളുടെ ഇംഗ്ലീഷ് ലേണിംഗ് ജേർണി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓർക്കുക. ലിസൺ. സ്പീക്ക്. റിപ്പീറ്റ്. പ്രാക്ടീസ്. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. കീപ് പ്രാക്ടീസിംഗ്. Speak English every day.
See you in the next class.